UDF കേരളത്തിൽ ഭരിച്ചപ്പോൾ വളരെ ഭാവനാപൂർവം ഉള്ള വികസന പദ്ധതികളാണ് കൊണ്ടുവന്നത്. മാത്രമല്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി പല പദ്ധതികളും UDF ഗവൺമെന്റ് കൊണ്ടുവരികയുണ്ടായി. ഉദാഹരണമായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. UDF കൊണ്ടുവന്ന ആ പദ്ധതി കേരളത്തിൽ നടപ്പിലായിരുന്നു എങ്കിൽ കേരളത്തിലെ ശരാശരി ഒരു സാധാരണക്കാരന് ആരോഗ്യ പരിരക്ഷയ്ക്ക് വലിയ സഹായമാകുമായിരുന്നു. ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുവാൻ വേണ്ടി ഓരോ പൌരനും സാധിക്കുമായിരുന്ന UDFന്റെ പദ്ധതി രാഷ്ട്രീയ കാരണങ്ങളാൽ മാത്രമാണ് LDF അന്ന് അട്ടിമറിച്ചത്. അതുപോലെ ഭൂവിതരണ പരിപാടി, അതേപോലെ നിരവധി പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് ഉള്ള പദ്ധതികളെല്ലാം അവർ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് അട്ടിമറിക്കുകയുണ്ടായി. റോഡ് വികസനം മറ്റൊരു ഉദാഹരണമാണ്. കേരളത്തിലെ റോഡുകൾ മുഴുവൻ റബ്ബറൈസ് ചെയ്ത് ഒന്നാം തരം ആക്കി മാറ്റുവാനുള്ള ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതിയാണ് UDF ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള റോഡുകൾ അതേ സ്പീഡിൽ അതേ രൂപത്തിൽ തുടർന്നു വന്ന ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എങ്കിൽ ഇന്നത്തെ കേരളത്തിന്റെ മുഖം മറ്റൊന്നാകുമായിരുന്നു. പക്ഷേ അതെല്ലാം രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് അവർ അട്ടിമറിക്കുകയുണ്ടായി. ഗ്ലോബൽ മീറ്റ്, എത്ര അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ, വ്യവസായ പദ്ധതികൾ, IT പാർക്കുകൾ, എന്തെല്ലാം പദ്ധതികളാണ്. കുടിവെള്ള പദ്ധതി. കേരളത്തിന്റെ മുഖം തന്നെ മറ്റൊന്നാകുമായിരുന്നു. കേരളം തന്നെ ഒരു വികസിത രാജ്യത്തോടൊപ്പം എത്തുമായിരുന്നു ഗ്ലോബൽ മീറ്റിൽ കണ്ട പദ്ധതികൾ നടപ്പിലായിരുന്നു എങ്കിൽ. പക്ഷേ ശ്രീ അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രതിപക്ഷം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുക ചെയ്തത്. സ്വാശ്രയ സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നതുകൊണ്ടുണ്ടായ മെച്ചം ഇപ്പം എല്ലാവരും കാണുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം തന്നെ ഇവിടെ നടക്കുകയുണ്ടായി. അവരുടെ ശക്തമായ എതിർപ്പിനെയും അതുപോലെ തന്നെ കല്ലേറിനെയും അഭിമുഖീകരിച്ചുകൊണ്ട് അതിന്റെ ഇടയിലൂടെയാണ് സ്വാശ്രയ പ്രസ്ഥാനം ഇവിടെ വളർന്നു വന്നത്. ജിമ്മിൽ വന്ന പദ്ധതികൾ ഇപ്പോ വലിയ കാര്യമായി അവർ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണമായി സ്മാർട്ട് സിറ്റി ജിമ്മിൽ വന്ന ഒരു പദ്ധതിയായിരുന്നു അത്. വിനീതനായ ഞാൻ അന്ന് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഈ IT പദ്ധതി വന്നത്. മറ്റൊരു ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി കേരളത്തിൽ ഒരു പൊതു മേഖലയിൽ എന്ന് പറഞ്ഞാൽ വേറൊരു സർക്കാരിന്റെ പദ്ധതിയാണത്. ഒരു നയാ പൈസ നമ്മൾ ചെലവാക്കാതെ സ്ഥലം മാത്രം കൊടുത്താൽ മതിയായിരുന്നു. അതിനെ വികലമാക്കി കളഞ്ഞു, താമസിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ടുള്ള പ്രയോജനം ഇല്ലാതാക്കി കളഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ 5 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനം കൈവരിക്കുമായിരുന്ന ഉയർന്ന ഒരു പദവി, വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കുന്ന സ്ഥിതി ഇല്ലാതാക്കിയത് അന്നത്തെ പ്രതിപക്ഷം. പിന്നീട് ഗവൺമെന്റ് വന്ന സമയത്തും അവർ ഭരിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ പ്രശ്നം കൊണ്ട് ഭരണപ്രതിപക്ഷ രൂപത്തിൽ അവർ പെരുമാറുകയും ഒന്നും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്തു. ആ ഒരു സ്ഥിതി തുടരാൻ വേണ്ടി വീണ്ടും അവർക്ക് വോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. സാമാന്യ ബുദ്ധിയുള്ള നല്ല ലോകപരിചയമുള്ള ഒരു കേരളീയനും ഇത് ദഹിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് വളരെ ഫാർസൈറ്റോടുകൂടി നല്ല നല്ല വികസന പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരും. സാധാരണക്കാരന് വളരെ ഗുണം ചെയ്യുന്ന പദ്ധതികൾ കൊണ്ടുവരും. സാമൂഹ്യക്ഷേമ രംഗത്ത് വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് ഞങ്ങളെടുക്കും. വേണ്ടത്ര പണം സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെച്ചുകൊണ്ട് വിവിധ മേഖലകളിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അർത്ഥവത്തായ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ ഒരു വലിയ വകുപ്പാക്കി അതിന് വേണ്ടത്ര പണം നീക്കിവെച്ച് അവശ്യ ജനവിഭാഗങ്ങളെയും
വികലാംഗരെയും അതുപോലെ വിവിധ തരത്തിൽ ക്ഷേമ പദ്ധതികൾക്ക് അർഹരായി ഇപ്പോ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അർത്ഥവത്തായ രീതിയിൽ അവർക്ക് സഹായം നൽകണം എന്ന തരത്തിലുള്ള പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ മാനിഫെസ്റ്റോവിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. മുസ്ലിം ലീഗിന്റെ ഓരോ സ്ഥാനാർത്ഥിയും, ഓരോ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികളും പ്രഗത്ഭ സ്ഥാനാർത്ഥികളാണ്. അവരെ തെരഞ്ഞെടുത്തപ്പോൾ എല്ലാ മണ്ഡലങ്ങളും അങ്ങേയറ്റം സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാനാർത്ഥിയും വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം എന്ന് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കാം.